ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്ജു വാലറ്റ്. നിങ്ങളുടെ +2 മോഡൽ എക്സാം കെമിസ്ട്രി എക്സാം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? കുറേയൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദ്യങ്ങൾ വന്നത്. ഈസി ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. എളുപ്പമുള്ള ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല, അധികം വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പബ്ലിക് എക്സാമിന് മോഡലിന് വരാത്ത കുറേ ചോദ്യങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോഡലിൽ ചോദിച്ചിട്ടില്ല, അപ്പോൾ ചോദിക്കാത്ത ഇനി പബ്ലിക് എക്സാമിന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ വീഡിയോയിൽ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് പഠിക്കുക, നിർബന്ധമായിട്ടും പഠിക്കണം. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അതേപോലെ ഞാൻ കമൻറ്റ് ബോക്സിൽ വീഡിയോസ് ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോസ്, അതായത് കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിമിങ് എങ്ങനെ എഴുതുക, അതുപോലെ എല്ലാ നെയിംഡ് റിയാക്ഷൻസും കഥ പോലെ പഠിപ്പിക്കുന്ന വീഡിയോസും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞവർ ആ കമൻറ്റ് ബോക്സിലുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചോദ്യം ഇതാണ്. ഇത് 3 മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് മാറി മാറി ചോദിക്കുന്ന ഒന്നാണ്. ഇത് നിങ്ങളുടെ മോഡലിന് ചോദിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് വരാൻ സാധ്യതയുള്ള ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഡ്രാമറ്റിക്കലി റെപ്രസെൻറ്റ് H2O2 fuel cell and write the half cell reaction taking place in the cell. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് H2O2 ഫ്യൂവൽ സെല്ലിൻ്റെ ഡയഗ്രാം വരയ്ക്കുക, അവിടുത്തെ റിയാക്ഷൻസ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം H2O2 ഫ്യൂവൽ സെല്ലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒന്നാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം പഠിക്കുക, എന്താണ് ഫ്യൂവൽ സെൽ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഒരു 1 മാർക്കിന് ചോദിക്കാം, എന്താണ് ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഓഫ് കമ്പഷനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസാണ്. സോ ഇത് പഠിച്ചു വയ്ക്കണം. ഫ്യൂവൽ സെൽസ് എന്ന് പറഞ്ഞാൽ ഗാൽവാനിക് സെൽസ് ഡിസൈൻ ടു കൺവേർട്ട് എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യൂവൽസ് ഡയറക്ട്ലി ടു ഇലക്ട്രിക്കൽ എനർജി. അതായത് ഫ്യൂവൽസുകളെ കത്തിച്ച് ഫ്യൂവൽസുകളെ കമ്പഷൻ ചെയ്തുള്ള എനർജി നേരെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസാണ് ഫ്യൂവൽ സെൽ കേട്ടോ. അപ്പോൾ ആ ഒരു പോയിന്റ് പഠിക്കുക. H2O2 ഫ്യൂവൽ സെല്ലിൻ്റെ ഡയഗ്രാം ഇതാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ H2O2 രണ്ടും നമ്മൾ 2 ഭാഗത്തിൽ കൂടെ കടത്തി വിടുന്നുണ്ട്. അപ്പോൾ ഇതാണ് H2O2 ഫ്യൂവൽ സെല്ലിൻ്റെ ഡയഗ്രാം. ഇവിടെ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻസ് ആർ ബബിൾ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടത്തി വിടുന്നുണ്ട്. ബബിൾ ചെയ്ത് ത്രൂ പോറസ് കാർബൺ ഇലക്ട്രോഡ്. ഇത് നേരെ കടത്തി വിടുന്നത് ഈ കാർബൺ ഇലക്ട്രോഡിൻ്റെ ഉള്ളിലേക്കാണ്. ആനോഡ് കാഥോഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലേക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? അക്വസ് NaOH സൊല്യൂഷൻ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. ഇലക്ട്രോഡുകളായിട്ട് കാർബൺ ഇലക്ട്രോഡുകളാണ് അവർ. അപ്പോൾ ആനോഡ് നെഗറ്റീവ്, കാഥോഡ് പോസിറ്റീവ്. ഇതിൽ നമുക്ക് ലാസ്റ്റ് പുറത്തേക്ക് കിട്ടുക വാട്ടറാണ്. ഹൈഡ്രജൻ ഓക്സിജൻ കടത്തി വിടുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അക്വസ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് NaOH ഉണ്ട്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ആരാണ്? ആനോഡ്, കാഥോഡ്. ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക, കൃത്യമായിട്ട് ഇത് പഠിക്കാം. അപ്പോൾ ആ ഡയഗ്രാം H2O2 ഫ്യൂവൽ സെല്ലിൻ്റെ ഡയഗ്രാം നിർബന്ധമായിട്ട് പഠിക്കണം. ഇനി ഇവിടുത്തെ ചോദ്യം എന്താ? അപ്പോൾ ഡയഗ്രാം വരച്ചു. റൈറ്റ് ദ ഹാഫ് സെൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദിസ് സെൽ. ഇവിടെ നടക്കുന്ന ഹാഫ് സെൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആനോഡിൽ എന്താ സംഭവിക്കുക, ആ റിയാക്ഷൻ എഴുതുക. കാഥോഡിൽ എന്താ സംഭവിക്കുക, ആ റിയാക്ഷൻ എഴുതുക. ഓവറോൾ റിയാക്ഷനും എഴുതുക. അപ്പോൾ ആദ്യം ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ കടത്തി വിടുന്ന ഭാഗമാണ്. നിങ്ങൾക്ക് ആ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. ആനോഡ് എന്ന് പറയുന്നിടത്ത് ഹൈഡ്രജനും കാഥോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഓക്സിജനുമാണ്. അപ്പോൾ ആനോഡിൽ നിങ്ങൾ എഴുതുന്നത് ഹൈഡ്രജനാണ്. അവിടെ സംഭവിക്കുക, ഈ ഹൈഡ്രജനിലേക്ക് 4 OH- കൂടി കൂടിച്ചേരും. ഈ OH- എവിടുന്നാണ് വരുന്നത്? അതിൻ്റെ ഉള്ളിൽ NaOH ഇലക്ട്രോലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ 4 OH- കൂടി ചേർന്ന് 4 വാട്ടർ ഫോം ചെയ്യുന്നു. 4 ഇലക്ട്രോൺസ് അവിടെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് ആനോഡിൽ സംഭവിക്കുന്നത്. ഇത് പഠിച്ചു വയ്ക്കുക. ഇനി കാഥോഡിൽ സംഭവിക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. കാഥോഡിൽ ഓക്സിജനാണ്. ഈ ഓക്സിജൻ ഇവിടെയുള്ള വാട്ടർ ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 2 വാട്ടർ നമ്മൾ കൂടിച്ചേരും. ഈ 4 ഇലക്ട്രോൺസും ഇവിടെ എഴുതുക. ഈ സംഭവം ഇവിടെ എഴുതുക. കണ്ടോ, ഇവിടെ കിട്ടിയ സംഭവം ഇപ്പുറത്ത് എഴുതുക. ഇത് ഇവിടെയും എഴുതുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പുറത്തേക്ക് കിട്ടുക, അല്ലെങ്കിൽ കാഥോഡ് നമുക്ക് കിട്ടുക 4 OH- ആണ്. ഇത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഇവിടെ 4 OH- അത് ഇവിടെ എഴുതുക. 4 OH- 4 OH- എന്നുള്ളത്. ഇനി ഇവിടുത്തെ 4H2O 4 ഇലക്ട്രോൺസ് എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതുക. 4 എണ്ണത്തിന് 2 വാട്ടർ മോളിക്യൂൾസ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. സോ ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും പഠിക്കണം. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. H2O2 ഫ്യൂവൽ സെല്ലിലെ ആനോഡും കാഥോഡും. സോ ഓവറോൾ റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. 2H2
പ്ലസ് O2 ഗീവ്സ് 2H2O. ഇതാണ് ഇവിടുത്തെ ഓവറോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിലെ H2 എന്നൊക്കെ ഉള്ളത് ഗ്യാസ് ആണ്. OH മൈനസ് പറഞ്ഞാൽ അക്വസ് ആണ്. അക്വസ് ഇലക്ട്രോലൈറ്റ് NaOH OH മൈനസ് ആണത്. H2O ലിക്വിഡ് ആണ്. H2O എന്നുള്ള ഭാഗത്തൊക്കെ നമുക്ക് ലിക്വിഡ് എഴുതാം. O2 എന്നൊക്കെ പറയുന്നത് ഗ്യാസ് ആണ്. അതൊക്കെ ബ്രാക്കറ്റിൽ എഴുതാം, എഴുതിയില്ലെങ്കിൽ മാർക്ക് കുറയൊന്നുമില്ല. സോ ആനോഡ് കാഥോഡ് ഇവിടെ നടക്കുന്ന ഓവറോൾ റിയാക്ഷനും പഠിച്ചു വയ്ക്കുക. ഇത് പഠിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചിലപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. H2O2 ഫ്യൂവൽ സെല്ലിൻ്റെ ഗുണങ്ങൾ, അഡ്വാൻറ്റേജസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് H2O2 ഫ്യൂവൽ സെല്ലിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ ഫ്രീ ആണ്, മലിനീകരണങ്ങൾ ഉണ്ടാക്കുന്നില്ല, പൊല്യൂഷൻ ഫ്രീ ആണ്. രണ്ടെന്ന് പറഞ്ഞാൽ മോർ എഫിഷ്യൻ്റ് ആണ്, വേറെ ഏത് വെച്ച് നോക്കുമ്പോഴും മോർ എഫിഷ്യൻ്റ് ആണ്. റൺ കണ്ടിന്യൂസ്ലി, ഇത് എത്ര കാലം വേണമെങ്കിലും റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഏതുവരെ? റൺ കണ്ടിന്യൂസ്ലി ആസ് ലോങ് ആസ് ദ റിയാക്റ്റൻസ് ആർ സപ്ലൈഡ്. നമ്മൾ റിയാക്റ്റൻസ് എത്രത്തോളം ഹൈഡ്രജനും ഓക്സിജനും കൊടുക്കുന്നോ, ആസ് ലോങ് ആസ് ദ റിയാക്റ്റൻസ് ആർ സപ്ലൈഡ്, എത്രത്തോളം റിയാക്റ്റൻസ് സപ്ലൈ ചെയ്യുന്നു അത്രത്തോളം അത് റണ്ണ് ചെയ്തുകൊണ്ടിരിക്കും. ഇലക്ട്രോഡുകളൊന്നും നശിക്കുന്നില്ല, ആനോഡ് കാഥോഡൊന്നും നശിക്കില്ല. സോ ഇലക്ട്രോഡ്സ് ആർ നോട്ട് എഫക്റ്റഡ് എന്ന് നമുക്ക് ഇതിൽ എഴുതി വയ്ക്കുക കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ്. ഇതും കൂടി പഠിച്ചു വയ്ക്കുക. അപ്പോൾ H2O2 ഫ്യൂവൽ സെല്ലുമായി കണക്ട് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് കാണിച്ചു തരാം. ചോദ്യങ്ങൾ വെച്ച് ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതാണ് ചോദ്യം, നോക്കിക്കോട്ടോ. ഓക്കെ, എ മിക്സ്ചർ ഓഫ് ആൻഹൈഡ്രസ് ZnCl2 ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. രണ്ടാൾ ZnCl2ഉം കോൺസെൻട്രേറ്റഡ് HClഉം, ഇത് രണ്ടും ഒരു ഇമ്പോർട്ടൻറ്റ് റിയേജൻ്റ് ആണ്, യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ആൽക്കഹോൾ. പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ആൽക്കഹോൾസുകളെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു റിയേജൻ്റ് ആണിത്. ഹൗ ദ എബോവ് റിയേജൻ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് 3 ടൈപ്സ് ഓഫ് ആൽക്കഹോൾ. 3 മാർക്കാണ്. അതായത് ഇത്രയേ ഉള്ളൂ. ഹൗ ക്യാൻ യു ഡിസ്റ്റിംഗ്വിഷ്, ഇതാണ് ചോദ്യം. നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ ഓരോ പാഠത്തിലുണ്ട്. ആൽഡിഹൈഡും കീറ്റോൺസ് എങ്ങനെ മനസ്സിലാക്കാം, പ്രൈമറി ടെർഷ്യറി സെക്കൻഡറി അമീൻസുകൾ, അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലും ഇതേപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താ? ഹൗ ക്യാൻ യു ഡിസ്റ്റിംഗ്വിഷ്, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഹൗ ക്യാൻ യു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾസ്. 3 ആൽക്കഹോൾസുകളാണ്. ഈ 3 ആൽക്കഹോൾസുകൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതണം. ഷോർട്ടായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കുറേ വലിയ പാരഗ്രാഫായിട്ട് പഠിക്കണമെന്നില്ല. വളരെ സിമ്പിളായിട്ട് കാര്യം എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചിട്ട് അതങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ എഴുതാന്ന് അറിയോ? പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ആൽക്കഹോൾസുകളെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ലൂക്കാസ് ടെസ്റ്റ്. അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, വാട്ട് യു മീൻ ബൈ ലൂക്കാസ് ടെസ്റ്റ് എന്ന് ചോദിക്കാം. അപ്പോൾ ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു, ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുതുക, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ്. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ്, തിരിച്ചറിയുക പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ആൽക്കഹോൾസ്. ഇതിന് വേണ്ടി നമുക്കൊരു റിയേജൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ആ റിയേജൻറ്റിൻ്റെ പേരാണ് ലൂക്കാസ് റിയേജൻറ്റ്. പഠിച്ചു വയ്ക്കണം. അപ്പോൾ ആ ലൂക്കാസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? കോൺസെൻട്രേറ്റഡ് HClഉം ZnCl2 ഇത് രണ്ടും കൂടി ചേർന്നതാണ് ലൂക്കാസ് റിയേജൻറ്റ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ലൂക്കാസ് ടെസ്റ്റ് എന്താണ്, ലൂക്കാസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്. ഇനി എങ്ങനെ നമുക്കിത് മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, നമ്മൾ എടുക്കുന്നത് ഒരു ടെർഷ്യറി ആൽക്കഹോളാണ്. നിങ്ങൾ ഇത്ര എഴുതിയാലും മതി, വലിയ പാരഗ്രാഫായിട്ട് എഴുതണമെന്നില്ല. ടെർഷ്യറി ആൽക്കഹോൾസിലേക്ക് നമ്മൾ ഈ ലൂക്കാസ് റിയേജൻറ്റ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഏതാ ഓൺ ട്രീറ്റിംഗ് വിത്ത് എന്ന് എഴുതിയാൽ മതി. ഓൺ ട്രീറ്റിംഗ് വിത്ത് ലൂക്കാസ് റിയേജൻറ്റ് ടെർഷ്യറി ആൽക്കഹോൾസ് എന്താ സംഭവിക്കുക? ടെർഷ്യറി ആൽക്കഹോൾസും ലൂക്കാസ് റിയേജൻറ്റും കൂടി ജോയിൻ ചെയ്തു, ട്രീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി ഫോം ചെയ്യും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടെർബിഡിറ്റി എന്നാണ് എഴുതേണ്ടത്. അതായത് ഒരു കഞ്ഞിവെള്ളം പോലെയാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ടെർഷ്യറി ആൽക്കഹോളാണ്, അതിലേക്ക് ലൂക്കാസ് റിയേജൻ്റ് ആണ് ഇട്ടത് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ടെർബിഡിറ്റി ഫോം ചെയ്യും. ഇനി സെക്കൻഡറി ആൽക്കഹോളാണ് എന്ന് വിചാരിക്കാം. സെക്കൻഡറി ആൽക്കഹോളും ലൂക്കാസ് റിയേജൻറ്റും കൂടി നമ്മൾ ആഡ് ചെയ്തു.
ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെർബിഡിറ്റി ഫോം ചെയ്യും ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ്. അപ്പോൾ ടെർബിഡിറ്റി ആഫ്റ്റർ, അല്ലെങ്കിൽ ഇറ്റ് ഗീവ്സ് ടെർബിഡിറ്റി ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ് എന്ന് എഴുതാം. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, കുഴപ്പമൊന്നുമില്ല, വലിയ പാരഗ്രാഫായിട്ട് എഴുതണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇനി പ്രൈമറി ആൽക്കഹോളിലേക്കാണ് ഇട്ടെന്ന് വിചാരിക്കുക. പ്രൈമറി ആൽക്കഹോളിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ലൂക്കാസ് റിയേജൻറ്റ് ആഡ് ചെയ്തു. പക്ഷേ ഡു നോട്ട് പ്രൊഡ്യൂസ് ടെർബിഡിറ്റി. അവിടെ എന്ത് ചെയ്യില്ല, ഒരു കഞ്ഞിവെള്ളം പോലെയുള്ള സംഭവം ഒരു വ്യത്യാസം സംഭവിക്കില്ല. ഡു നോട്ട് പ്രൊഡ്യൂസ് ടെർബിഡിറ്റി എന്ന് നമ്മൾ എഴുതി വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആൻസർ. 3 മാർക്ക് നിങ്ങൾക്കായി. ഇപ്പോൾ ടെർഷറി ആണെങ്കിൽ, ടെർഷറിയും ലൂക്കാസ് റിയേജൻറ്റും ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി ഫോം ചെയ്യും. സെക്കൻഡറി ആണെങ്കിൽ ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ്, ഒരു 5 മിനിറ്റിനൊക്കെ ശേഷം. പ്രൈമറി ആണെങ്കിൽ ഡു നോട്ട് റെസ്പോണ്ട് എന്ന് പറഞ്ഞിരിക്കുക. ഇതാണ് ആ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കോ. ഇതാണ്, അതിൽ തന്നെ ഒരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പ്രെഡിക്റ്റ് ദ പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ ദ റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് എന്താണ്? ഞാൻ നിങ്ങൾക്ക് ഓർഗാനിക്കിൽ എല്ലാ പാഠം ക്ലബ് ചെയ്ത് ഓർഗാനിക്കിന് ഉറപ്പായിട്ടും പഠിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയും നെക്സ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓർഗാനിക്കിന് ചോദിക്കും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, CH3CH2OH കോൺസെൻട്രേറ്റഡ് H2SO4 ഒഴിച്ചിട്ട് ഒന്ന് ഹീറ്റ് ചെയ്തു, എന്ത് സംഭവിക്കും? പ്രെഡിക്റ്റ് ദ പ്രൊഡക്റ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത്, എടുത്തിട്ടുള്ള ആളൊന്നും എഴുതുക. CH3CH2OH, ഇതൊരു ആൽക്കഹോളാണ്. ആൽക്കഹോളിലേക്ക് ഇവർ ആഡ് ചെയ്ത ആൾ പ്രത്യേകം ശ്രദ്ധിക്കണം. H2SO4 ആണ്, കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്തൊന്ന് ഹീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് H2SO4 ആണ് ആഡ് ചെയ്തത്, സൾഫ്യൂരിക് ആസിഡ് ആണ് ആഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കും. ഏത് കേസാവട്ടെ, ഏത് ആൽക്കഹോൾ ആവട്ടെ, അതിൽ H2SO4 ആണ് ഇട്ടത് ആൽക്കഹോളിലേക്ക് കേട്ടോ. ആൽക്കഹോളിലേക്ക് നമ്മളൊരു പഞ്ഞി ഇട്ടാൽ എന്താ സംഭവിക്കുക? വെള്ളം വലിച്ചെടുക്കും. അതേപോലെ ഇവിടെ ആൽക്കഹോളിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ഇട്ടാൽ, H2SO4 ഇട്ടാൽ ഇതിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ H2O ഇതിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പം H2O എന്ന് പറഞ്ഞാൽ എന്താ? HOH ആണ് H2O കണ്ടോ, HOH. അപ്പോൾ ഇതിൽ നിന്ന് ഈ OHും ഇവിടുന്ന് ഒരു Hഉം പുറത്തേക്ക് പോകും. ബാക്കി ആരുണ്ടാവുള്ളൂ? CH3 എന്നുള്ളത് CH2 ആവും, ഇതും CH2 എന്നാവും. CH2 എന്ന് നമുക്ക് വരും. കണ്ടോ, ഡബിൾ ബോണ്ട്, 2 ആൾക്കാർ അവിടെ നിന്ന് പോകും. ഇവിടുന്ന് ഒരു Hഉം ഇവിടുന്ന് ഒരു OHും പോകും. അപ്പോൾ ആൻസർ ഇത്രയേ ഉള്ളൂ. ഒരു ആൽക്കഹോൾ അതിലേക്ക് H2SO4 ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് പോയി. വാട്ടർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് OHും ഇവിടുന്ന് ഒരു Hഉം കേട്ടോ, Hഉം OHും പോയിട്ട് CH2 പോയത് കൊണ്ട് ഡബിൾ ബോണ്ട് കൊടുക്കുക. ഇതാണ് സംഭവം. അതിൻ്റെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അതാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്, ഇത് ബയോമോളിക്യൂൾസിലെ ചോദ്യമാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്ലോബുലാർ ആൻഡ് ഫൈബ്രസ് പ്രോട്ടീൻസ്, ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. 3 മാർക്കിൻ്റെ ചോദ്യം. ഈ ചോദ്യം കുറേ പേപ്പറിൽ വരാറുണ്ട്, പക്ഷെ നിങ്ങളുടെ മോഡൽ എക്സാമിന് വന്നിട്ടില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇത് പഠിച്ചു വയ്ക്കുക. ഗ്ലോബുലാറും ഫൈബ്രസ് പ്രോട്ടീൻ്റെയും ഡിഫറൻസും, ഏത് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസിയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കുക. അപ്പം ആദ്യം ഗ്ലോബുലാർ പ്രോട്ടീൻസും ഫൈബ്രസും. ഗ്ലോബുലാർ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ചെയിൻസ് ഓഫ് പോളിപെപ്റ്റൈഡാണ്. അതായത് കുറേ പോളിപെപ്റ്റൈഡിൻ്റെ കുറേ ചെയിനുകൾ ഉണ്ടാവും. ദാറ്റ് കോയിൽ അറൗണ്ട് ടു ഗീവ് എ സ്ഫെറിക്കൽ ഷേപ്പ്. കുറേ പോളിപെപ്റ്റൈഡിൻ്റെ കോയിലുകൾ അതിങ്ങനെ സ്ഫെറിക്കൽ ഷേപ്പായിട്ട് വരുന്നതാണ് ഗ്ലോബുലാർ. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. ഗ്ലോബുലാർ പ്രോട്ടീൻസിലെ ചെയിൻസ് ഓഫ് പോളിപെപ്റ്റൈഡാണ് കോയിൽ അറൗണ്ട് ടു ഗീവ് എ സ്ഫെറിക്കൽ ഷേപ്പ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പോളിപെപ്റ്റൈഡ് ചെയിൻസ് റൺ പാരലൽ. ഇതിങ്ങനെ നാര് പോലെ പാരലലാണ്. അപ്പോൾ ഗ്ലോബുലാർ എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ ഷേപ്പാണ്, ഫൈബ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലലാണ്. ഇനി ദേ ആർ സോളിബിൾ ഇൻ വാട്ടർ. ഗ്ലോബുലാർ എന്ന് പറയുന്നത്, ഗ്ലോബുലാർ സോളിബിൾ ആണ്, പക്ഷെ ഇത് ഇൻസോളിബിൾ ആണ്. ഇത് ഫൈബർ ലൈക്ക് സ്ട്രക്ചറാണ് ഉണ്ടാവുക. എക്സാമ്പിൾ പഠിക്കുക, ഗ്ലോബുലാറിൻ്റെ ഇൻസുലിനും എഗ് ആൽബുമിൻസും, ഇത് കെരാറ്റിനും മയോസിനും. അപ്പോൾ എക്സാമ്പിളും സോളിബിൾ ആണോ അല്ലയോ ഷേപ്പും പറഞ്ഞാൽ അതായി. ഇനി ഏത് വൈറ്റമിൻ ആണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കുക? വിറ്റാമിൻ എയുടെ കുറവാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കുക. അപ്പോൾ ഏത് വൈറ്റമിൻ ആണ്? വൈറ്റമിൻ എ. അപ്പോൾ ഇത് എത്രയും വേഗം പഠിക്കുക, സിമ്പിളാണ്, ഇങ്ങനെ പഠിച്ചു പോവുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമാണ്. 4 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും 4 മാർക്കിൻ്റെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് 4 മാർക്കായിരുന്നു, ഇത് 3 മാർക്കാണ്, ഇത് 4 മാർക്കാണ് നമ്മൾ ഫസ്റ്റ്
ഫസ്റ്റ് പറഞ്ഞ H2O2 ഫ്യൂവൽ സെല്ല് ഒരു 4 മാർക്ക് 3 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. ഇതൊന്നും മോഡലിൽ വന്നിട്ടില്ല, അപ്പോൾ നന്നായി ഫോക്കസ് ചെയ്തോളൂ. അടുത്തത്, ഹൗ വിൽ യു പ്രിപ്പയർ ബെൻസാൾഡിഹൈഡ് ഫ്രം ദ ഫോളോയിങ്? ടൊളുവിനിൽ നിന്ന് ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കുക, ബെൻസീനിന്ന് ബെൻസാൾഡിഹൈഡ് ഉണ്ട്. അപ്പോൾ ബെൻസാൾഡിഹൈഡ് പ്രിപ്പയർ ചെയ്യണം, ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കണം. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ എന്തായിരിക്കും, എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം അവർ പറഞ്ഞത് ടൊളുവിനിൽ നിന്ന് ഉണ്ടാക്കാനാണ്. ഒരു ടൊളുവിൻ എടുക്കുക, ടൊളുവിനിൽ നിന്ന് ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം എന്താണ് ടൊളുവിൻ എന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ടൊളുവിൻ എന്ന് പറഞ്ഞാൽ ആരാ? ബെൻസീൻ വരച്ച് ബെൻസീൻ്റെ മുകളിൽ CH3 വരുന്നതാണ് ടൊളുവിൻ. അതാദ്യം അറിഞ്ഞിരിക്കണം. ബെൻസീൻ്റെ മുകളിൽ CH3 വന്നാൽ ടൊളുവിനാണ്, NH2 വന്നാൽ അനിലിനാണ്. ഇത് ടൊളുവിനാണ്. ടൊളുവിനിലേക്ക് എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ടൊളുവിനെ പിടിച്ച് ബെൻസാൾഡിഹൈഡാക്കി മാറ്റാൻ പറ്റുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് ഏതായിരിക്കും ചാപ്റ്റർ? ബെൻസാൾഡിഹൈഡ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട്. ഇത് ആൽഡിഹൈഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ടൊളുവിൻ എടുക്കുക. ഈ ടൊളുവിനിലേക്ക്, ടൊളുവീൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഓർമ്മ വരണം ഇറ്റാർട്സ് റിയാക്ഷൻ. നിങ്ങൾക്ക് ആൽഡിഹൈഡ് കീറ്റോൺ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇറ്റാർട്സ് റിയാക്ഷൻ പഠിക്കാനുണ്ട്, നിർബന്ധമായിട്ടും പഠിക്കണം. അതിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്ന ടൊളുവിനിന്ന് ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കുന്നത് ഇറ്റാർഡിലാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഓർമ്മ വരാൻ കാരണം, പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ കഥ പോലെ ഇറ്റാർഡൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലുണ്ട്. അതിൽ ഒരുപാട് റിയാക്ഷൻസ് കഥ പോലെ പഠിപ്പിക്കുന്നുണ്ട്. വേറെ ഡെഫിനിഷൻസ് ഒന്നും നിങ്ങൾ നോക്കണ്ട, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോടൊപ്പം പഠിക്കാൻ പറ്റുന്ന ട്രിക്കി ആയിട്ട് ഞാൻ കുറേ വഴികൾ, നെയിംഡ് റിയാക്ഷൻസ് പഠിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടൊളുവീൻ എടുക്കുക, അതിലേക്ക് CrO2Cl2 ആഡ് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ടവർക്ക് ഇപ്പം തന്നെ ഇത് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. നമ്മളൊരു ഫിഷ് കറി ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ടൊളുവീൻ, അതിലേക്ക് CrO2Cl2 എടുക്കുക. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അത് കൊളാവും എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ആ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ, എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. സോ ടൊളുവിനിലേക്ക് CrO2Cl2 ചേർക്കുക. അപ്പോൾ അത് കൊളാവും എന്ന് പറഞ്ഞാൽ CH ഇതാ ഇങ്ങനെ എഴുതും, ഇതിൻ്റെ ഉള്ളിൽ H2 എഴുതും, പിന്നെ OCrO എന്ന് എഴുതും, Cl2 എന്നൊക്കെ എഴുതും. അങ്ങനെ കുളമായിട്ട് ശരിക്കും ഇങ്ങനെ എഴുതാം. ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ എഴുതാം. CH ഇതാ പുറത്ത്, H ഉള്ളിൽ 2 എണ്ണം, ഇപ്പോൾ CH3 ആയിട്ടാണ്. H3 ആണ്, H2 ഉള്ളിലും H പുറത്തും CH3 എന്നായി. ഇനി CrO2Cl2നെ മിക്സ് ആക്കി ചെയ്താൽ ഇങ്ങനെ CrO2Cl2. ഇതാണ് ക്രോമിയം കോംപ്ലക്സ് എന്ന് പറയും. ലാസ്റ്റ് നമ്മളിത് ശരിയാക്കാൻ വേണ്ടി, ഫിഷ് കറി ശരിയാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. H3O+. അപ്പോൾ ഈ ബ്രാക്കറ്റ്സ് മൊത്തം പോയിട്ട് ബെൻസീൻ്റെ മുകളിൽ ആര് വരും? പുറത്തുള്ള CH ഇവിടെ ഉണ്ടാവും, CHO എന്നാവും എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെയാണ് ടൊളുവിനിന്ന് ബെൻസാൾഡിഹൈഡ്. ഇതാണ് ബെൻസാൾഡിഹൈഡ് കേട്ടോ. ബെൻസാൾഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ബെൻസീനും മുകളിൽ CHO ആൽഡിഹൈഡും. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കണം എല്ലാവരും. ടൊളുവിൻ, CrO2Cl2 ആഡ് ചെയ്യുക, എന്നിട്ട് അത് കൊളാക്കിയിട്ട് ഇങ്ങനെ എഴുതുക, വെള്ളം ചേർക്കുക. അപ്പോൾ CH ഇത് മൊത്തം പോയിട്ട് O എന്നാവും, CHO ബെൻസാൾഡിഹൈഡ്. അപ്പോൾ ടൊളുവിനിന്ന് നമ്മൾ ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കി. ഇത് കഥ പോലെ പഠിപ്പിക്കുന്ന വീഡിയോ ഉണ്ട്, കാണാത്തവർ കണ്ടോളൂ. ഇതുപോലെ എല്ലാ റിയാക്ഷൻസും ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ടൊളുവിനിന്ന് ഉണ്ടാക്കി. അടുത്തത് എന്ത് ചെയ്യുന്നത് നോക്കിയാൽ ബെൻസീനിന്ന് ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കാനാണ് അടുത്ത ചോദ്യം. നമ്മൾ സിമ്പിളായിട്ട് ബെൻസീൻ എടുക്കുക. അപ്പോൾ ഇതാണ് ബെൻസീൻ. ഇത് ഏത് റിയാക്ഷനാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നോക്കുക. ബെൻസീനിന്ന് ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കണം. ബെൻസാൾഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ആരാ? ബെൻസീൻ്റെ കൂടെ CHO. ഇതാണ് ബെൻസാൾഡിഹൈഡ്. ഇത് ഏതായിരുന്നു റിയാക്ഷൻ? ഗട്ടർമാൻ കോഷ്. ഇതും ഞാൻ നിങ്ങൾക്ക് കഥ പോലെ ഒരു ബെൻസ് കാറ് റോട്ടിൽ കൂടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥ പോലെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ബെൻസീനിലേക്ക് 2 പേര് ലിഫ്റ്റ് ചോദിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. COയും HClഉം ശക്തമായിട്ടുള്ള മഴ എന്നൊക്കെ പറഞ്ഞിരുന്നു. ആൻഹൈഡ്രസ് AlCl3 കുപ്രസ് ക്ലോറൈഡ്. ഇതാണ് ഗട്ടർമാൻ കോഷ് റിയാക്ഷൻ. ഗട്ടർമാൻ കോഷ് റിയാക്ഷനിലാണ് ബെൻസീനെ ബെൻസാൾഡിഹൈഡ് ആക്കുന്നത്. പഠിച്ചു വയ്ക്കുക. ഇങ്ങനത്തെ കുറേ റിയാക്ഷൻസ് ആ വീഡിയോയിലുണ്ട്, താഴെ കമൻറ്റ് ബോക്സിൽ പിന്നീട് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തേത് എന്താ? ബെൻസോയിൽ ക്ലോറൈഡിൽ നിന്ന് ഉണ്ടാക്കണം. ബെൻസോയിൽ ക്ലോറൈഡിൽ നിന്ന് ഉണ്ടാക്കുന്നത് ഏതാ? അതും ഒരു നെയിംഡ് റിയാക്ഷനാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ റിയാക്ഷൻ തന്നിട്ട് ഇതിൻ്റെ പേരെന്താന്ന് ചോദിക്കും, അങ്ങനെ ചോദിക്കാം. ബെൻസോയിൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബെൻസീൻ നമ്മൾ വരയ്ക്കും. ബെൻസോയിൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ COCl. ഒരു കിളി പോലെ ഒരു മണ്ടനാണ്, മണ്ടൻ്റെ തലയിൽ കിളികൾ ഇരിക്കുന്നു.
ബേസിൽ ഡോക്ടറെ കാണിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഇത് പഠിപ്പിച്ചത്. റോസൻമണ്ട് ആണ് ഇത് കേട്ടോ. റോസൻമണ്ട് റിഡക്ഷനിലൂടെ നമ്മൾ ബെൻസോയിൽ ക്ലോറൈഡ്, ഇതാണ് ബെൻസോയിൽ ക്ലോറൈഡ്. ബെൻസോയിൽ ക്ലോറൈഡിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കി ഇവിടെ, ഇവൻ്റെ കിളികളൊക്കെ പോയിട്ട് സെറ്റായി എന്നൊക്കെ പറഞ്ഞ് ബെൻസാൽഡിഹൈഡ്. അപ്പോൾ ഇത് മൂന്നും കണ്ടോ, ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. മൂന്നും ആൽഡിഹൈഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ നെയിം റിയാക്ഷൻസ് ആണ്. ഇത് മൂന്നും ഞാൻ നിങ്ങൾക്ക് കഥ പോലെ പഠിപ്പിച്ചിട്ടുണ്ട്. വീഡിയോ താഴെ കമൻറ്റ് ബോക്സിൽ പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട്, താഴെ നോക്കുക. അപ്പോൾ ടോളുവനിന്ന് ഉണ്ടാക്കുന്നത് പഠിച്ചു വയ്ക്കുക. ഗട്ടർമാൻ കോഷ് റിയാക്ഷനിൽ ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ് ഉണ്ട്. ബെൻസോയിൽ ക്ലോറൈഡിൽ നിന്ന് നമ്മൾ ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കൺവേർഷൻസ് ഹൗ വിൽ യു പ്രിപ്പയർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക കേട്ടോ. ഈ ഓർഗാനിക്കിൽ നിന്നുള്ള മോർ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട്. അതൊന്ന് എല്ലാവരും നോക്കിക്കോളൂ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റിനും ഇതിൽ കുറേ നെയിം റിയാക്ഷനുള്ള ഓർഗാനിക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്, നോക്കാം. ഹൗ ആർ ദ ഫോളോയിങ് കൺവേർഷൻസ് ക്യാരിഡ് ഔട്ട്? പ്രൊപ്പീൻ ടു പ്രൊപ്പാൻ ടു വോൾ, എത്തനാൽ ടു എത്തനോൾ. രണ്ട് ചോദ്യമാണ്. പ്രൊപ്പീനിനെ പ്രൊപ്പാൻ ടു വോൾ ആക്കണം, എത്തനാലിനെ എത്തനോൾ ആക്കണം. നമുക്കതൊരു 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ആദ്യത്തേന് 2 മാർക്ക്, പിന്നത്തേന് 1 മാർക്ക്, അങ്ങനെയാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഫസ്റ്റ് അവർ പറഞ്ഞിട്ടുള്ളത് ഇതാ, പ്രൊപ്പീൻ എടുക്കുക. പ്രൊപ്പീൻ എടുത്തിട്ട് അതിനെ പ്രൊപ്പാൻ ടു ഓളാക്കി മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ 3 കാർബണാണ്. പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ 3 കാർബൺ. ഇ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടാണ്, ഡബിൾ ബോണ്ട്. ഇവിടെ സിംഗിൾ ബോണ്ട് കൊടുക്കുക. അപ്പോൾ പ്രൊപ്പ് 3 കാർബൺ, ഇ എന്ന് പറഞ്ഞപ്പോൾ ഡബിൾ ബോണ്ട്. അപ്പോൾ ഈ കാർബൺ 2 കിട്ടി, ബാക്കി 2 ഹൈഡ്രജൻ, 4 എണ്ണമായി. ഇനി ഈ കാർബൺ എന്ന് പറഞ്ഞാൽ 1, 2, 3 കിട്ടി, ബാക്കി 1 മതി ഹൈഡ്രജൻ. ഈ കാർബൺ 1 കിട്ടി, ബാക്കി 3 ഹൈഡ്രജൻ, 4 ആക്കണം. അപ്പോൾ ഇതാണ് പ്രൊപ്പീൻ. ആദ്യം നിങ്ങൾ പ്രൊപ്പീൻ എങ്ങനെ എഴുതാമെന്ന് അറിഞ്ഞിരിക്കണം. ഇതിലേക്ക് എന്ത് ചെയ്താലാണ് നമുക്ക് പ്രൊപ്പാൻ ടു ഓൾ കിട്ടുക? പ്രൊപ്പാൻ ടു ഓൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊപ്പാൻ എന്ന് പറഞ്ഞാൽ 3 ഇവിടെ പ്രൊപ്പാൻ ഡബിൾ ബോണ്ടൊക്കെ പോയിട്ടുണ്ട്, ഈനായിരുന്നു, അതില്ല ഇവിടെ. പ്രൊപ്പാൻ സിംഗിൾ ബോണ്ട് ആയിട്ടുണ്ട്. രണ്ടാമത്തേൽ ഓൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേൽ OH. ഇതാണ് സംഭവം. ഇവിടെ 1 കാർബണുള്ളൂ, ബാക്കി 3 ഇതാ 1 കിട്ടിയിട്ടുള്ളൂ, ബാക്കി 3 ഹൈഡ്രജൻ. ഈ കാർബണിന് 1, 2, 3 3 കിട്ടി, ബാക്കി 1 ഇട്ട് കൊടുത്താൽ മതി. ഇതിന് 1 കിട്ടുള്ളൂ, ബാക്കി 3. അപ്പോൾ ഇതിനെയാണ് നമുക്ക് ഇതാക്കേണ്ടത്. അപ്പോൾ CH3CH ഡബിൾ ബോണ്ട് CH2 എന്നുള്ളതിന് എന്ത് സംഭവിച്ചു? ഇവിടേക്കൊരു OH ഇവിടേക്കൊരു H വന്നു, കണ്ടോ? ഇങ്ങോട്ട് ഒരു OH, ഇവിടെ OH ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടേക്കൊരു OH, ഇവിടെ CH2 എന്നായിരുന്നു, ഇവിടെ ഒരു H വന്നു, H OH വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെയാണ് ആഡ് ചെയ്തുള്ളത്? H2O ആഡ് ചെയ്തുള്ളത്. ഇങ്ങനെയാണ് മനസ്സിലാക്കുക. അപ്പോൾ പ്രൊപ്പീനിലേക്ക് H2O ആഡ് ചെയ്തൊന്ന് അസിഡിഫിക്കേഷൻ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. ഡബിൾ ബോണ്ടിൽ നിന്ന് ആൽക്കഹോൾസ് എങ്ങനെ ഉണ്ടാക്കാം? പ്രൊപ്പീൻ ടു പ്രൊപ്പനോൾ, പ്രൊപ്പനോൾ അല്ല പ്രൊപ്പാൻ ടു ഓൾ, ആൽക്കഹോൾ കൊടുന്നു, കണ്ടോ? OH എന്ന് പറഞ്ഞാൽ ഓളാണ്, ആൽക്കഹോളാണ്, അത് കൊണ്ട് വെള്ളം ചേർക്കുക. ഇതാണ് ഫസ്റ്റ് വൺ. ഇതിന് 2 മാർക്ക് ഉണ്ട്. ഇത് ഇത്ര ഇത് 2 മാർക്കാണ്. ഇനി അവർ പറഞ്ഞ അടുത്തൊരു ചോദ്യമാണ്, എത്തനാൽ എടുക്കുക. എത്തനാലിനെ എത്തനോൾ ആക്കാനാണ് ചോദ്യം. ഇതൊക്കെ പല പല പാഠങ്ങളാണ്. ഇപ്പം ഇവിടെ ഇത് ആൽക്കഹോൾ എന്ന് പറഞ്ഞ പാഠമാണ്. ഇവിടെ കണ്ട ആൽഡിഹൈഡാണ് ഇവിടെ കടന്നു വരുന്നത്. അപ്പം ഇതെങ്ങനെ ചെയ്യാം? എത്തനാൽ, എന്ന് പറഞ്ഞാൽ 2 കാർബണാണ്, 2 കാർബൺ. ആൽ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡാണ്, CHO. അത് അറിഞ്ഞിരിക്കണം നിങ്ങൾ, അത് അറിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്ന് പറഞ്ഞാൽ 2 കാർബൺ. ആൽ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡാണ്, അത് CHO ആണ്. ഇതിനെ നമുക്ക് എത്തനോളാക്കി മാറ്റണം. അപ്പം ആരാണ് എത്തനോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം എത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയും എന്ന് പറഞ്ഞാൽ 2 കാർബൺ. പിന്നെ എന്താ? ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ വരിക? OH, ആൽക്കഹോൾ. ഓൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ, OH. ആൽ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ്, CHO. ഇത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ ഇവിടെ കാർബണിന് 1, 2 കിട്ടി, ബാക്കി 2 ഹൈഡ്രജൻ. ഇവിടെ 1 കിട്ടിയിട്ടുള്ളൂ, ബാക്കി 3. അപ്പോൾ CH3 CH2 OH. ഇവിടെ 1 കിട്ടിയിട്ടുള്ളൂ, ബാക്കി 3. അപ്പോൾ ഇതാണ് ചോദ്യം. CH3 CHOനെ എങ്ങനെ നമുക്ക് CH3 CH2 OH ആക്കി മാറ്റാം? അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഇവിടെ CH3 ഉണ്ട്,
ഇവിടെയും CH3 ഉണ്ട്. ഇവിടെ C ഉണ്ട്, ഇവിടെയും C ഉണ്ട്. OH ഉണ്ട്, OH ഉണ്ട്. ഇവിടെ ആരാ എക്സ്ട്രാ കയറി വന്നത്? ഹൈഡ്രജൻ ആണ് കയറി വന്നത്. ബാക്കിയൊക്കെ അവിടെ ഉണ്ട്. CH3 ഉണ്ട്, ഈ കാർബൺ ഇവിടെ ഉണ്ട്, OH ഇവിടെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ കൂടെ ഒരു H2 കയറി വന്നു. ഹൈഡ്രജൻ ആഡായി അല്ലേ? ഹൈഡ്രജൻ ആഡായി വന്നു ഇതിൻ്റെ കൂടെ. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹൈഡ്രജൻ കയറി വന്നാൽ റിഡക്ഷൻ എന്നാണ് പറയുക. റിഡക്ഷൻ ചെയ്യാൻ നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുന്ന ആൾ LiAlH4 ആണ്. അപ്പോൾ ഇവിടെ ആരെ ആഡ് ചെയ്യണം? LiAlH4. കണ്ടോ? അപ്പോൾ നമ്മൾ എത്തനാളിനെ എത്തനോളാക്കി കൺവേർട്ട് ചെയ്തു. ഇതാണ് എത്തനാൽ. CH3CHO എത്തനോളാക്കി CH3CH2OH ആക്കി. അപ്പം ഇങ്ങനെ നിങ്ങൾ നോക്കുക, ഓരോന്നും മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. എന്താണ്? പ്രൊപ്പീൻ ടു പ്രൊപ്പനോൾ നമ്മളാക്കി. പ്രൊപ്പീനിനെ പ്രൊപ്പനോൾ, പ്രൊപ്പൻ ടു ഓൾ ആക്കി. പ്രൊപ്പനോൾ നമ്മളിത് ഡബിൾ ബോണ്ടിനെ ആൽക്കഹോളാക്കി നമ്മൾ കൺവേർട്ട് ചെയ്തു. ആൽഡിഹൈഡിനെ ആൽക്കഹോളാക്കി നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനി അതിൽ തന്നെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് ഇത്. അപ്പോൾ ഇത് ഒരു ചോദ്യം 2 മാർക്കിൻ്റെ. നെയിം ദ എൻസൈം വിച്ച് കൺവേർട്ട് ഗ്ലൂക്കോസ് ടു എത്തനോൾ. ഗ്ലൂക്കോസ് എത്തനോൾ ആക്കി മാറ്റുന്നത് എൻസൈം ഏതാ? എത്തനോളിൻ്റെ പ്രിപ്പറേഷൻ എല്ലാവരും പഠിച്ചോളൂ. മെത്തനോളും എത്തനോളും പഠിച്ചോട്ടോ. അപ്പോൾ ഗ്ലൂക്കോസിനെ എത്തനോൾ ആക്കുന്ന എൻസൈമിൻ്റെ പേര് സൈമേസ് എന്നാണ്, അറിഞ്ഞിരിക്കുക കേട്ടോ. അതായത് ഗ്ലൂക്കോസ് എടുത്തിട്ട് ഗ്ലൂക്കോസിനെ എത്തനോൾ ആക്കി മാറ്റാൻ പറ്റും. അതിന് നമ്മൾ എടുക്കുന്ന ഒരു എൻസൈം ഉണ്ട്, അതാണ് സൈമേസ്. സൈമേസ് എന്നാണ് പറയാം. അപ്പോൾ ആ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ചോദ്യം നോക്കിക്കോ. ദ ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൊപ്പനാൽ ആൻഡ് പ്രൊപ്പനോൺ ഏതായിരിക്കും? പ്രൊപ്പനാൽ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ്, പ്രൊപ്പനോൺ എന്ന് പറഞ്ഞാൽ കീറ്റോൺ. ആൽഡിഹൈഡും കീറ്റോണും മനസ്സിലാക്കാൻ ഏത് ടെസ്റ്റാണ്? ലൂക്കാസ് അല്ല. ലൂക്കാസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോളാണ്. ഇനി ടോളൻസ് ആണോ ഹിൻസ്ബർഗ് ആണോ? ഹിൻസ്ബർഗ് അമീൻസുകൾ മനസ്സിലാക്കാനാണ്. അപ്പോൾ ടോളൻസ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹിൻസ്ബർഗും ടോളൻസും കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ വീഡിയോയിൽ ഞാൻ ലൂക്കാസും പറഞ്ഞു തന്നു. ഈ ടെസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആൽഡിഹൈഡും കീറ്റോണും, അതായത് പ്രൊപ്പനാൽ ആൽഡിഹൈഡും പ്രൊപ്പനോൺ കീറ്റോണും, ഇവർ രണ്ടാളും മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ടോളൻസ് ആണ് കേട്ടോ. അപ്പം അതിൻ്റെ ആൻസർ 1 മാർക്ക് ടോളൻസ്. വിച്ച് ഈസ് മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ CH3CHO ഓർ C6H5CHO? ഗീവ് റീസൺ. ഇതിൽ ആരാണ് മോർ റിയാക്റ്റീവ്? 2 മാർക്ക്. ആരാണ് റിയാക്റ്റീവ് എന്ന് എഴുതണം. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് എഴുതാൻ വേണം. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ 2 ആൾക്കാരെ കുറിച്ച് നമുക്ക് തന്നിട്ടുള്ളത്, ഒന്ന് CH3CHO, ഇത് ആൽഡിഹൈഡാണ് കേട്ടോ. ഇത് ആൽഡിഹൈഡാണ്. ഇതിൻ്റെ പേരെന്തെന്ന് അറിയോ? 2 കാർബൺ എത്തനാൽ. ഓക്കെ, 2 കാർബൺ ഉള്ള CHO ആൽഡിഹൈഡാണ്. എത്തനാൽ, 2 കാർബൺ എത്ത്, ആൽഡിഹൈഡ് ആയതുകൊണ്ട് ആൽ. അപ്പം എത്തനാലാണിത്. പിന്നെ വന്നിട്ടുള്ളത് C6H5CHO. ഇതിൻ്റെ പേര് ബെൻസാൽഡിഹൈഡ് എന്നാണ്. ബെൻസീനാണിത്, അതിൻ്റെ കൂടെ CHO. സോ ഇത് ബെൻസാൽഡിഹൈഡാണ്. അപ്പം എത്തനാലും ബെൻസാൽഡിഹൈഡും, ഓക്കെ, 2 ആൽഡിഹൈഡുകളാണ്. ഇത് എത്തനാൽ. അസറ്റാൽഡിഹൈഡ് എന്നൊക്കെ പേര് വരും കേട്ടോ. അസറ്റാൽഡിഹൈഡും സെയിം ആണ്. ഒന്നെങ്കിൽ അസറ്റാൽഡിഹൈഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എത്തനാൽ. ബെൻസാൽഡിഹൈഡ് ഇതിൽ ആരാണ് മോർ റിയാക്റ്റീവ്? ഇതാണ് മോർ റിയാക്റ്റീവ്. ഇത് ലെസ് റിയാക്റ്റീവാണ്. അപ്പോൾ നമ്മളതിൻ്റെ ആൻസറായിട്ട് എഴുതുക CH3CHO ഈസ് മോർ റിയാക്റ്റീവ്. ബെൻസിൻ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റത്തെ ആളാണ് മോർ റിയാക്റ്റീവ് ആയിട്ടുള്ളതെന്ന് ഇപ്പോൾ പഠിച്ചു വയ്ക്കുക. എന്താണ് കാരണം എന്നറിയോ? റെസനൻസ് ആണ്. C6H5 ലെസ് റിയാക്റ്റീവ് ആണ്. ഇതാണ് മോർ റിയാക്റ്റീവ്. ഇതിന് റിയാക്ടിവിറ്റി കുറവാണ്. അപ്പം അതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതുക. ഒന്ന് ആരാണ് മോർ റിയാക്റ്റീവ് എന്ന് എഴുതുക. ഇത് പറയാം C6H5CHO എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ പേര് എഴുതിക്കോ, ബെൻസാൽഡിഹൈഡ്. ബെൻസീൻ്റെ കൂടെ ആൽഡിഹൈഡ് വരിക. കണ്ടോ? ബെൻസീൻ്റെ കൂടെ CHO. ഇതാണ് സംഭവം. ഓക്കെ, ഇത് ലെസ് റിയാക്റ്റീവ് ആണ്. ദാറ്റ് ഈസ് ലെസ് റിയാക്റ്റീവ്. ഇതിന് റിയാക്ടിവിറ്റി കുറവാണ് എന്ന് എഴുതുക. കാരണം എഴുതുക. അതിന് പ്രധാനപ്പെട്ട റീസൺ റെസനൻസ് ആണ്. റെസനൻസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ബെൻസീൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഡബിൾ ബോണ്ടുകൾ ഷിഫ്റ്റ് ചെയ്ത് വരിക. അപ്പോൾ അതുകൊണ്ട് ഇതിലെന്ത് സംഭവിക്കുന്നു? റിയാക്ടിവിറ്റി കുറവാണ്. അപ്പോൾ ഇത്ര എഴുതിയാൽ മതി. ഇറ്റ് ഈസ് ലെസ് റിയാക്റ്റീവ് ബിക്കോസ് ലെസ് ഇലക്ട്രോഫീലിസിറ്റി ഓഫ് ദ കാർബോണിൽ കാർബൺ ഡ്യൂ ടു റെസനൻസ്. ബിക്കോസ് ഓഫ്
അങ്ങനെ ഒരു ഒറ്റ ലൈൻ എഴുതിയാൽ മതി. ബിക്കോസ് ഓഫ് ലെസ് ഇലക്ട്രോഫീലിസിറ്റി എന്ന് പറയും. ഇലക്ട്രോഫീലിസിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒരാളായിട്ട് കൂടിച്ചേരാൻ പറ്റുന്നില്ല. ഇലക്ട്രോഫീലിസിറ്റി കുറവാണ് ഓഫ് ദ കാർബൺ. ഇതിൻ്റെ ഉള്ളിലുള്ള കാർബണിന് ഇലക്ട്രോഫീലിസിറ്റി കുറവാണ് ഡ്യൂ ടു റെസനൻസ് എന്ന് എഴുതാൻ ഇതിൻ്റെ മാർക്കായിട്ടാ. ബെൻസീനിലൊക്കെ റെസനൻസ് നടക്കുന്നുണ്ട്, ഡബിൾ ബോണ്ടുകൾ ഇങ്ങനെ മാറി വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ആൻസറായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. കഴിഞ്ഞു. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. അതാണ് ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കിക്കോ. ഐഡൻറ്റിഫൈ ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത്. HCHോട് കൂടെ കോൺസെൻട്രേറ്റഡ് KOH, CH3CHോട് കൂടെ ഡൈല്യൂട്ട് NaOH. ഇപ്പോൾ രണ്ടും ആൽഡിഹൈഡുകൾ തന്നെയാണ്. ഓക്കെ, ഇത് HCHO, ഇത് CH3CHO. അതിൻ്റെ കൂടെ ഒന്നിൽ KOH കോൺസെൻട്രേറ്റഡ് ആണ്, ഇതിൽ NaOH ഡൈല്യൂട്ടഡ് ആണ്. ഇതിൻ്റെ പ്രൊഡക്റ്റുകൾ എന്താണെന്ന് നമ്മൾ എഴുതണം. ചിലപ്പോൾ ഇതിൻ്റെ നെയിം, റിയാക്ഷൻ്റെ പേര് എഴുതാനും ചോദിക്കുന്നുണ്ട്. ഓരോ മാർക്ക് വെച്ച് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഓരോ സൈഡ് വന്നിട്ട് മറ്റേ ഭാഗം എന്ത് വരും എന്ന് നമ്മൾ അതിൻ്റെ ആൻസർ എഴുതണം. ആ റിയാക്ഷൻ്റെ പേരും നമ്മൾ എഴുതണം. അപ്പോൾ ഇത് വന്നിട്ടില്ല ഇങ്ങനത്തെ ചോദ്യം, നെയിം ദ റിയാക്ഷൻ എന്നുള്ളത്. പക്ഷെ ഇത് വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട് മോഡലിന് കേട്ടോ. അപ്പോൾ ഇതാണ് ചോദ്യം. ഇവർ HCHO എടുത്തിട്ട് കോൺസെൻട്രേറ്റഡ് KOH ആണ് അവർ ആഡ് ചെയ്തത്. കോൺസെൻട്രേറ്റഡ് KOH എന്ന് പറഞ്ഞാൽ അതപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് കാനിസാറോ റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷൻ്റെ പേര് കാനിസാറോ ആണ്. നിർബന്ധമായിട്ടും പഠിക്കുക. മോഡലിന് കാനിസാറോ എന്താണെന്ന് ചോദിച്ചത്. ഇതിപ്പോൾ നേരെ തിരിച്ചാണ്. റിയാക്ഷൻ തന്നിട്ട് ഫില്ല് ചെയ്യുക, പേര് എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ 2 എണ്ണം എടുക്കും, 2 HCHO എടുക്കും. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ആൾ ഇത്രേ ഇവിടെ സംഭവിക്കുള്ളൂ. CH3OHും ഫോം ചെയ്യും, HCOOKയും ഫോം ചെയ്യും. ഇതാണ് കാനിസാറോ റിയാക്ഷൻ. പഠിച്ചു വയ്ക്കുക. HCHO എന്നുള്ളതാണ്. ഇതിൽ ഒരാൾഡിഹൈഡ് നമുക്ക് റിഡക്ഷൻ സംഭവിക്കും, ഒരാൾക്ക് ഓക്സിഡേഷൻ സംഭവിക്കുന്നതാണ് സംഭവം. ഡെഫിനേഷനൊക്കെ പഠിക്കുക. സംഭവം ഇവിടെ ഇത്രേ എഴുതുന്നുള്ളൂ. CH3OH ആവും, 1 HCOOK ആവും. അടുത്തത് എന്താണ്? കാനിസാറോ റിയാക്ഷൻ എന്ന് എഴുതണം. അടുത്തത് CH3CHO എന്നാണ്. അത് നമ്മൾ 2 എണ്ണം എടുക്കണം. അതിലേക്ക് അവർ ഡൈല്യൂട്ട് NaOH ആണ് ആഡ് ചെയ്തത്. എന്താ പ്രൊഡക്റ്റ് കിട്ടുകയെന്ന് എഴുതണം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ? CH3CH 2 എണ്ണം അല്ലേ. അപ്പോൾ ഇതാ CH3CHO, ഇത് ഒരെണ്ണം. അടുത്തത് CH3 ഇതിൽ CH2, മറ്റേ H ഇവിടെ. എന്നിട്ട് ഇവിടെ നമ്മൾ OH എന്ന് എഴുതും. കണ്ടോ? CH3CHO ഇങ്ങനെ എഴുതും. CH3CHO, CH3CHO. ഈ 2 എണ്ണത്തിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ എഴുതുക. കണ്ടോ? ഇതാണ് ഒരെണ്ണം. എന്നിട്ട് നമ്മളിതൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സംഭവിക്കുക, ചില ആൾക്കാർ ഇതിന് പുറത്തേക്ക് പോകുന്ന ആൾ OHും ഇവിടുന്ന് ഒരു Hഉം പോയിട്ട് CH3CH ഡബിൾ ബോണ്ട് CHCHO എന്ന് ഫോം ചെയ്യും. അപ്പോൾ 2 എണ്ണം ഉണ്ട്, അതിന് ഇങ്ങനെ എഴുതുക. CH3CHO, CH3CHO. അതൊന്ന് ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുക, ഈ OHും പോവും, ഇവിടുന്ന് ഒരു Hഉം പോവും. ബാക്കി CH3CH ഇവിടെ ഡബിൾ ബോണ്ട് വരും. ഇവിടെ CH2 ഇല്ല, CH ഉള്ള CH. ബാക്കി ഇതിൻ്റെ പേര് ആൾഡോൾ കണ്ടൻസേഷൻ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ കാനിസാറോയും ആൾഡോളും പഠിക്കാത്തവർ പഠിക്കുക. ഇതാണ് ആ ഒരു ചോദ്യം. ഇനി നമുക്ക് ബയോമോളിക്യൂൾസിൽ നിന്നൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു മോണോസാക്കറൈഡ്, ഡൈസാക്കറൈഡ്. ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് മോണോ, ഏതാണ് ഡൈസാക്കറൈഡ്? ഇനി ഹൗ സ്റ്റാർച്ച് ഡിഫറെൻറ്റ് ഫ്രം ഗ്ലൈക്കജൻ. സ്റ്റാർച്ചും ഗ്ലൈക്കജനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നെയിം 2 ഹോർമോൺ വിച്ച് വർക്ക് ടുഗെദർ ടു റെഗുലേറ്റ് ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് ലെവലൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന 2 ഹോർമോൺസ് ഏതാണ്? ഇങ്ങനൊരു 3 മാർക്കിൻ്റെ ചോദ്യമാണ് അടുത്തത്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്തായാലും മോണോസാക്രൈഡ്സ്, ഡൈസാക്രൈഡ്സ് അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക. ഇവിടെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനാണ്. അപ്പോൾ എല്ലാ എക്സാമ്പിൾസും നോക്കി വെക്കുന്നത് നല്ലതാണ്. മോണോസാക്രൈഡ് ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് കേട്ടോ. അതിൽ ഇതൊക്കെ തന്നെയാണ് സാധാരണ നിങ്ങളോട് ചോദിക്കാറുള്ളത്. മോണോസാക്രൈഡ്, ഒളിഗോസാക്രൈഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. മോണോസാക്രൈഡ്സിൻ്റെ എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കാണിക്കാം, നോക്കിക്കോ. മോണോസാക്രൈഡ്സിൻ്റെ എക്സാമ്പിൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ്. ഓക്കെ, പഠിച്ചോ? ഗ്ലൂക്കോസും ഫ്രക്ടോസും റൈബോസും ആണ് മോണോ. ഒളിഗോ എന്ന് പറഞ്ഞാൽ സൂക്രോസും മാൽട്ടോസും. പോളി എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കജൻ. ഈ എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. മോണോ, ഒളിഗോ, പോളിസാക്രൈഡ്സിൻ്റെ എക്സാമ്പിൾ അത് ക്ലാസിഫൈ ചെയ്യാനാണ് ചോദിക്കുക കേട്ടോ. ഇനി
എന്താണ് ഗ്ലൈക്കജനും സ്റ്റാർച്ചും തമ്മിലുള്ള ഡിഫറൻസ്? സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർച്ച് ഈസ് ദ സ്റ്റോറേജ് പോളിസാക്കറൈഡ് ഓഫ് പ്ലാന്റ്സ്. അതൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. സ്റ്റാർച്ച് ഈസ് ദ സ്റ്റോറേജ് പോളിസാക്കറൈഡ്സ്, ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്. ഷോർട്ടായിട്ട് പറയാം, സ്റ്റാർച്ച് ഈസ് ദ സ്റ്റോറേജ് പോളിസാക്കറൈഡ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ സ്റ്റോറേജ് ആയിട്ടുള്ള ഒരു പോളിസാക്കറൈഡ് ആണ്. പക്ഷേ ഗ്ലൈക്കജൻ എന്ന് പറയുന്നത് ഈസ് ദ സ്റ്റോറേജ് പോളിസാക്കറൈഡ് ഓഫ് എനിമൽസ്. ഒന്ന് പ്ലാന്റ്സിൻ്റെയും ഇത് എനിമൽസിൻ്റെ ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെ ഏതാ സ്റ്റോറേജ് പോളിസാക്കറൈഡ് തന്നെ, രണ്ടും സ്റ്റോറേജ് തന്നെയാണ്. പക്ഷെ ഇത് സ്റ്റാർച്ച് പ്ലാന്റ്സിലും ഗ്ലൈക്കജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിമൽസിലുമാണ്. ഓക്കെ, ആ സംഭവം. ഇനി ഏതൊക്കെ ഹോർമോൺസ് ആണ് നമ്മൾ ഷുഗർ റെഗുലേറ്റ് ചെയ്യാൻ, നമ്മൾ ബ്ലഡിലെ ഷുഗർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു. അത് ഇൻസുലിൻ ആണ്. എല്ലാവർക്കും ഊഹിക്കാം, ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് പഠിച്ചു വയ്ക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല ബയോമോളിക്യൂൾസിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ തന്നു. എന്താണ് ഇതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. കണ്ടോ, ഇത് നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡെറിവേഷനാണ്. കെമിക്കൽ കൈനറ്റിക്സിനൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഫസ്റ്റ് ഓർഡറിൻ്റെയും സീറോ ഓർഡറിൻ്റെയും ഇത് പഠിച്ചു വെക്കണം. നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഫസ്റ്റ് ഓർഡറിൻ്റെ ആണ്, പക്ഷെ ഏതിൻ്റെ വേണമെങ്കിലും ചോദിക്കാം. ഇപ്പം എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ഓർഡറിൻ്റെ പഠിച്ചു വയ്ക്കുക. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഈ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആദ്യം പഠിച്ചു വയ്ക്കുക. അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ട്ടോ, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ. ഒരു ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഇതാണ്. ബൈ ഹാർട്ട് പഠിക്കുക. K = 2.303 by T log R0/R. ഇതാണ്. ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണ്, ഇത് ബൈ ഹാർട്ട് പഠിക്കുക. ഇത് ഫസ്റ്റ് ഓർഡറിൻ്റെ ആണ് കേട്ടോ. ഇനി ഇതിൽ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ, ഇതിൽ ഫസ്റ്റ് ചോദ്യം എന്താണ്, ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഹാഫ് ലൈഫ് പീരീഡ്? ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ടൈം റിക്വയർഡ് ടു റെഡ്യൂസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. പഠിച്ചു വയ്ക്കുക. ഈ ഡെഫിനേഷൻ പഠിക്കണം. പകുതി ആവാൻ എടുക്കുന്ന സമയം, അത്രേ ഉള്ളൂ. റിയാക്റ്റൻസുകൾ, നമ്മളെടുത്ത റിയാക്റ്റൻസുകൾ ഹാഫ് ആവാൻ എടുക്കുന്ന സമയം. ദ ടൈം റിക്വയർഡ് ടു റെഡ്യൂസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. തുടക്കത്തിൽ എത്ര എടുത്തു അതിൻ്റെ പകുതി ആവാൻ എടുക്കുന്ന സമയം. ഡെഫിനിഷൻ പഠിക്കണം. ഹാഫ് ലൈഫിനെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്തു. യെസ്, അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതി ഹാഫ് ലൈഫിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. ഹാഫ് ലൈഫ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ ഫസ്റ്റ് ഓർഡറിൻ്റെ ആണ് ഞാൻ പറയണേ. ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പഠിക്കുക, ഹാഫ് ലൈഫിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. ഇനി ഫസ്റ്റ് ഓർഡറിൻ്റെ ഗ്രാഫ് ഇതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തന്നിട്ട് ഇത് ആരുടെ ഗ്രാഫാണെന്ന് ചോദിക്കാം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മോഡലിന് വന്നു, LNR, LNR0 സ്ലോപ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഓർഡറിൻ്റെ ആണ്. ഇനി ഇങ്ങനെ വന്നാൽ കോൺസെൻട്രേഷൻ RR0, K = -, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സീറോ ഓർഡറിൻ്റെ ആണെന്നുള്ള കാര്യം അറിയണം. ഓക്കെ, ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് R-ഉം R0 എന്നാണ്. LNR, LNR0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ആണ്. ഇത് ഫസ്റ്റ് ഓർഡറിൻ്റെ ഗ്രാഫ്, ഇത് സീറോ ഓർഡറിൻ്റെ ഗ്രാഫ്. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഇനി അതിലൊരു ഡെറിവേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് എഴുതാം. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതാം. ആരുടെ? ഫസ്റ്റ് ഓർഡറിൻ്റെ. നമ്മൾ ഇതിൽ നിന്ന് എന്ത് ഡിറൈവ് ചെയ്യാൻ പോവാണ്? ഹാഫ് ലൈഫ്. ഡിറൈവ് ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് ചോദ്യം. 2 മാർക്കിൻ്റെ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കണേ? ടൈം T½ ആക്കി എടുക്കും. പകുതി അവൻ എടുക്കുന്ന സമയം T½ ആണ് നമുക്കിവിടെ വേണ്ടത്. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ സമയം പകുതി, അതായത് നമ്മൾ 100 കിലോ എടുത്തുന്നുണ്ടെങ്കിൽ 50 കിലോ ആവാൻ എടുക്കുന്ന സമയം. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ പകുതി. ഈ 2 കാര്യങ്ങൾ നമ്മളിവിടെ മാറ്റം വരുത്തണം. ടൈം വെറും ടൈമല്ല, ടൈം ഹാഫ് ആണ്. ഹാഫ് ആവാൻ എടുക്കുന്ന സമയം, അപ്പോൾ T½
ഇനി R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിലെടുത്തതിൻ്റെ പകുതി ആവണം. തുടക്കത്തിലെടുത്തതാണ് R0. R0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, അതിൻ്റെ പകുതി. ഈ മാറ്റങ്ങൾ ഇവിടെ വരുത്തുക. K തന്നെ 2.303. T എന്ന് പറഞ്ഞാൽ T½ ആണ്. ലോഗ് R0 തന്നെ, പക്ഷെ R എന്ന് പറഞ്ഞാൽ എന്താണ്? R0/2 ആണ്. ഇങ്ങനെ കൊടുക്കുക. ഷോർട്ടാക്കി പഠിക്കുക. R0 ക്യാൻസൽ ചെയ്താൽ K = 2.303/T½ ഈ 2 മുകളിലേക്ക് കയറിയിട്ട് log 2 എന്നായിട്ട് മാറും. log 2. ഓക്കെ, log 2-നൊരു വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കിട്ടും. സോ K = 2.303/T½ log 2-ൻ്റെ വാല്യൂ 0.301 ആണ് കേട്ടോ. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും K = 0.693/T½ നമുക്ക് T½ ആണ് ചോദ്യം. T½ ഇപ്പുറത്തേക്ക് ഇടുക, K താഴത്തേക്ക് പൊക്കോളും. ഇതാണ് ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. T½ = ഇത് വെച്ച് ന്യൂമറിക്കൽസ് ചോദിക്കാം, ഞാൻ അതിനൊരു വീഡിയോ പോലെ ചെയ്യാം കേട്ടോ. T½ = 0.693/K. ഇത്രയേ ഉള്ളൂ. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഏതാ? T½ ആക്കുക, R0/2 ആക്കുക, വെട്ടിക്കളയുക. log 2-ൻ്റെ വാല്യൂ 0.301 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.693. T½ ഇങ്ങോട്ട്, K ഇങ്ങോട്ട്. ഈ ഡെറിവേഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു 3 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഇതാണ് ചോദ്യം. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ആണ്. ഒരു ഗ്രാഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മോളാർ കണ്ടക്ടിവിറ്റിയുടെയും കോൺസെൻട്രേഷൻ്റെയും സ്ട്രോങ്ങും വീക്കൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, ഇതൊരു ഗ്രാഫാണ്. ഗ്രാഫ് കണക്റ്റിംഗ് മോളാർ കോൺസെൻട്രേഷൻ, മോളാർ കണ്ടക്ടിവിറ്റി λm-ഉം ഇവിടെ λm. λm എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി, √C എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ. ഒന്നാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ 1 and 2. ഇതിലേതാണ് 1, 2? സ്ട്രോങ് ഏതാ, വീക്ക് ഏതാ? λ0m എന്ന് പറഞ്ഞാൽ എന്താ? സജസ്റ്റ് എ മെത്തേഡ് ടു ഡിറ്റർമിൻ λ0m ഫോർ ദ ഇലക്ട്രോലൈറ്റ് 2. ഇതിൽ നമുക്ക് λ0m ഇലക്ട്രോലൈറ്റ് 2-ൻ്റെ എങ്ങനെ കണ്ടുപിടിക്കാം? 3 ചോദ്യമാണ്, 3 മാർക്കിന്. ഒന്ന് 1 ആരാ 2 ആരാ? λ0m എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു λ0m എഴുതിയിട്ടുണ്ട്. λ0m എങ്ങനെ സെക്കൻഡിൻ്റെ കണ്ടുപിടിക്കാം? ഫസ്റ്റിൻ്റെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും, ഈ ഗ്രാഫിൽ നിന്ന് കിട്ടും. സെക്കൻഡിന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് നെക്സ്റ്റ് അടുത്തൊരു 3 മാർക്കിൻ്റെ ചോദ്യം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെയെന്ന് അറിയാം ഉദ്ദേശിക്കുന്നത്? ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം കൊടുക്കും. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഡോട്ട് ഉണ്ടാവും. ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഗ്രാഫാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഗ്രാഫാണ്, അറിഞ്ഞിരിക്കുക. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആരൊക്കെയാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നിങ്ങൾക്കറിയാം? HCl, KCl അങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. ഇവരുടെ ഈ കൂട്ടിമുട്ടണ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ λ0m ആണ്. എന്താ λ0m എന്ന് പറഞ്ഞുതരാം. ഈ ഗ്രാഫിൽ കൂട്ടിമുട്ടുന്ന ഭാഗത്തെ കണ്ടക്ടിവിറ്റിയാണ് λ0m. ശരിക്കും നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക λm ആണ്, ഈ ഭാഗത്ത് മാർക്ക് ചെയ്യുക മോളാർ കണ്ടക്ടിവിറ്റി. ഈ സൈഡിൽ ആരാണുള്ളത്? മോളാർ കണ്ടക്ടിവിറ്റി എന്നാണ്. വെറും λm മോളാർ കണ്ടക്ടിവിറ്റി ആണ്. എമ്മും λm എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി. ഇവിടെ കൂട്ടിമുട്ടി ഈ പോയിന്റ് ആണ് λ0m. ഇവിടെ നമ്മൾ √C എന്ന് കൊടുക്കും, എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ. സോ കോൺസെൻട്രേഷനും മോളാർ കണ്ടക്ടിവിറ്റി തമ്മിലുള്ള ഗ്രാഫാണിത്. ഇത് സ്ട്രോങ്ങിൻ്റെ ആണ്. അപ്പോൾ ആ ഗ്രാഫിൽ ഇങ്ങനെയുള്ളത് സ്ട്രോങ്ങിൻ്റെ ആണെന്ന് എഴുതാം. ഇനി ആരാ? ഇനി ഇതിൽ തന്നെ നമുക്ക് ഒരാളും കൂടി മാർക്ക് ചെയ്ത് ഇങ്ങനെ പോകും. ഇത് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ആണ്. ഇപ്പോൾ CH3COOH അസറ്റിക് ആസിഡൊക്കെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ആണ് ഇത്. ഇത് എവിടെയും പോയി മുട്ടുന്നില്ല. ഇതിൻ്റെ λ0m കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഈ ഗ്രാഫിൽ നിന്ന്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഗ്രാഫിൽ നിന്ന് നമുക്ക് λ0m കിട്ടും. വീക്ക് ആണെങ്കിൽ λ0m കിട്ടില്ല. അപ്പോൾ ഇതാണ് സംഭവം. ഇതിൽ ഈ ഭാഗം സ്ട്രോങ്ങും ഇത് വീക്കും ആണെന്ന് ഇതിൽ 1 മാർക്ക് കിട്ടി. ഇനി അത് A ക്വസ്റ്റ്യൻ നിങ്ങൾ ഇങ്ങനെ വേണമെങ്കിൽ വരച്ചിട്ട് എഴുതാം. B ക്വസ്റ്റ്യൻ എന്താ λ0m? ഇതിൽ നിന്ന് സ്ട്രോങ്ങിൻ്റെ λ0m കിട്ടി. എന്താ λ0m എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കേട്ടോ. 0 വന്നാൽ അത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ് എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്നും പറയും. 2 പേരുണ്ട്. അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്നും നമുക്ക് പേര് ഇടാം. ഓക്കെ,
അപ്പം അത്ര മതി. ഇനി സി ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ലാംഡ നോട്ട് എം വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടുപിടിക്കാം, ഈ സെക്കൻഡിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കാം. സോ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ എം കണ്ടുപിടിക്കുന്ന ലോ ആണ് കോൾറാഷസ് ലോ. സോ നമുക്ക് എന്ത് എഴുതാം, ബൈ യൂസിങ് കോൾറാഷസ് ലോ. കോൾറാഷസ് ലോ യൂസ് ചെയ്ത്, യൂസിങ് കോൾറാഷസ് ലോ we can find molar conductivity at infinite dilution of weak ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടുപിടിക്കാം. വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുന്ന ലോ ആണ് കോൾറാഷസ് ലോ. കോൾറാഷസ് ലോ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒന്നും കൂടിയാണ് കേട്ടോ. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു, കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ഡെറിവേഷൻ കണ്ടു, ഇലക്ട്രോ കെമിസ്ട്രീൻ്റെ ഗ്രാഫിൻ്റെ പ്രോബ്ലംസ് നമ്മൾ കണ്ടു, പിന്നെ ഓൾറെഡി കൺവേർഷൻസും കാര്യങ്ങളൊക്കെ ഓർഗാനിക്കിന് കണ്ടു, ബയോമോളിക്യൂൾസിനുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയാതെ പോയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതാണ് IUPAC നെയിമിങ്. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെ IUPAC നെയിം എഴുതാം. അത് ഞാൻ വീഡിയോ നിങ്ങളോട് കാണാൻ പറഞ്ഞിരുന്നു, അല്ലാതെ കണ്ടിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതിലുള്ള എല്ലാ നെയിം റിയാക്ഷൻ സ്റ്റോറി പോലെ പറയുന്ന വീഡിയോയും കോർഡിനേഷൻ കോമ്പൗണ്ടിൽ IUPAC നെയിമിങ് എങ്ങനെ എഴുതാന്നുള്ള വീഡിയോയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കണ്ടു എന്ന് വിചാരിക്കുന്നു. അവർക്ക് വേണ്ടി നമുക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ആൻസർ ചെയ്യാം. ഇതിൻ്റെ ഒക്കെ ഒന്ന് പേര് എഴുതാം. അപ്പോൾ ആദ്യത്തെ ആൾ PT-NH3Cl2. ഇങ്ങനെ IUPAC നെയിമിങ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം, മോഡലിന് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ പേര് എഴുതാമെന്ന് അറിയാം. ആദ്യം നമ്മൾ എഴുതേണ്ടത് ഫസ്റ്റ് ഇത് സെൻട്രൽ ആറ്റാണ്. PT എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റാണ്. ഓക്കെ, ഇതൊക്കെ ലിഗാണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ പേര് NH എന്ന് പറഞ്ഞാൽ അമീനാണ്, ഇത് ക്ലോറിഡോ എന്നാണ്. ഈ പേരുകളൊക്കെ ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 NH3 ഉണ്ട്. അപ്പോൾ നമ്മൾ എഴുതും ഡൈഅമീൻ. ആദ്യം ഇവരെയാണ് എഴുതുക, ഡൈഅമീൻ, ഡൈക്ലോറിഡോ. ഇനിയൊക്കെ സ്മോളിൽ എഴുതണം, സ്മോൾ ലെറ്ററിൽ ഡൈക്ലോറിഡോ. അപ്പോൾ ഇവർ രണ്ടാളെ കുറിച്ച് എഴുതി. ഇത് നമ്മൾ സെൻട്രൽ ആറ്റ് എഴുതുക, സ്പേസ് ഇടണ്ട, നേരെ എഴുതുക. ഞാനിപ്പോൾ സ്ഥലത്തുനിന്ന് താഴത്തേക്ക് എഴുതാണ് പ്ലാറ്റിനം എന്ന് എഴുതുക. പ്ലാറ്റിനേറ്റ് എന്ന് കൊടുക്കരുത്, ഇവിടെ വന്നാലാണ് പ്ലാറ്റിനേറ്റ് എന്ന് കൊടുക്കുക. ഇവിടെ ഇവിടെ ഒന്നുമില്ല, സോ പ്ലാറ്റിനം എന്ന് കൊടുക്കുക. ബ്രാക്കറ്റിൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുക. എങ്ങനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക? NH3യുടെ ചാർജ് 0, ക്ലോറിൻ്റെ ചാർജ് -1. അപ്പോൾ 2 × 0 + 2 × -1. അപ്പോൾ 0 -2 -2 സൈൻ ചേഞ്ച് ചെയ്ത് +2. ഇതൊക്കെ മനസ്സിലായിട്ടുള്ളവർ ആ വീഡിയോ കണ്ടവരാണ്. അപ്പോൾ ഓൾറെഡി അറിയാമെന്നുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഡൈഅമീൻ, ഡൈക്ലോറിഡോ, പ്ലാറ്റിനം 2. ഇതാണ് ഒന്നാമത്തെ ആൻസർ. രണ്ടാമത്തെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? രണ്ടാമത്തെ ആൾ ആരാ? NiCO4. ചിലപ്പോൾ നേരത്തെ തിരിച്ചും ചോദിക്കും കേട്ടോ, ഇത് എന്നിട്ട് ഇത് ഏതാണെന്ന് ചോദിക്കുവേ. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? ഇതാണ് സെൻട്രൽ ആറ്റം. ഈ സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞ് വരുന്ന ആളാണ് സെൻട്രൽ ആറ്റം. അപ്പോൾ ഇതിൻ്റെ പേര് നമുക്ക് എഴുതാം CO എന്ന് പറഞ്ഞാൽ കാർബോണിൽ നിന്നാണ്. അപ്പോൾ 4 കാർബോണിൽ, അപ്പോൾ ടെട്രാ. 4 എണ്ണമാണെങ്കിൽ ടെട്ര, 2 എണ്ണമാണെങ്കിൽ ഡൈ. 4 എണ്ണം വന്നതുകൊണ്ട് ടെട്രാ കാർബോണിൽ. ഇതിൻ്റെ പേര് എഴുതി. ഇനി നിക്കലിന് എഴുതാം. ബ്രാക്കറ്റിൽ നമുക്ക് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതണം. എങ്ങനെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചെയ്താൽ കാർബോണിലിൻ്റെ ചാർജ് കൊടുക്കുക. കാർബോണിലിൻ്റെ ചാർജ് 0 തന്നെയാണ്. അപ്പോൾ 4 × 0 എന്ന് കൊടുക്കും. 4 × 0 0. അപ്പോൾ ടെട്രാ കാർബോണിൽ നിക്കൽ 0 കഴിഞ്ഞു. അടുത്തത് ഇങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓരോന്നിൻ്റെ ചാർജ് എന്താ, ഓരോന്നിൻ്റെ പേരെന്താന്നൊക്കെ. അത് കണ്ടാൽ നിങ്ങൾക്കിത് ഒന്നും കൂടി മനസ്സിലാവും. ഇത് K3FeCN6. ഇതിൻ്റെ നമുക്ക് എങ്ങനെ പേര് എഴുതാൻ നോക്കാം. ഇതെങ്ങനെ എഴുതാം? ഇതിവിടെ ഫസ്റ്റ് ഒരാൾ വന്നിട്ടുണ്ട്, പൊട്ടാസ്യം, ചാർജ് +1 ആണ്. CN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ് ചാർജ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ പേര് എഴുതുമ്പോൾ ആദ്യം പൊട്ടാസ്യം എന്ന് എഴുതണം. പൊട്ടാസ്യം എന്ന് എഴുതി. അപ്പോൾ ഇത് ആദ്യം എഴുതി. ഇനി ലിഗാണ്ട് എഴുതി, ലാസ്റ്റ് സെൻട്രൽ ആറ്റ് എഴുതിയാൽ മതി. CN എന്ന് പറഞ്ഞാൽ സയാനോ എന്നാണ് പേര്. 6 ഉണ്ട്. അപ്പോൾ ഹെക്സാ, 6 ഹെക്സാ സയാനോ. ഇനി നമ്മൾ Feയുടെ പേര് അയേൺ എന്നല്ല, സ്റ്റാർട്ടിങ് വന്നതുകൊണ്ട് ഫെറേറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് എഴുതി, പിന്നെ ലിഗാണ്ട് എഴുതി, പിന്നെ ഇവരെ പേര് എഴുതുക. അത് അയേൺ എന്നല്ല എഴുതുക, ഫെറേറ്റ്. കാരണം സ്റ്റാർട്ടിങ് വന്നാൽ അപ്പോൾ 8 ചേർക്കണം.
ഇനി നമുക്ക് ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാം. ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നെയാണ് പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞാൽ കേട്ടോ. പ്രൈമറി വാലൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനാണ്. ചാർജ് 3 × 1 + 6 × -1. അപ്പോൾ 3 - 6 -3 പോസിറ്റീവാക്കി എഴുതുക +3. അപ്പം അത് കഴിഞ്ഞു. ഇനി അടുത്തത് ആരാ? CO NH3. ഈ ബ്രാക്കറ്റ് കഴിഞ്ഞ് വരുന്ന ആളാണ് സെൻട്രൽ ആറ്റം CO കേട്ടോ. Cl2Cl. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ആളുള്ളത്, ഫസ്റ്റ് അല്ല. ഫസ്റ്റ് ആയിരുന്നെങ്കിൽ നമ്മളത് ആദ്യം പേര് എഴുതും. ഇവിടെ ലാസ്റ്റ്, അപ്പോൾ ലാസ്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ ആദ്യം ഇവർ എഴുതാം. 4 NH3 എന്ന് പറഞ്ഞാൽ ടെട്രാ അമീൻ. 2 ക്ലോറിഡോ. അപ്പോൾ ഡൈക്ലോറിഡോ. ഇനി ഇവിടെ കൊബാൾട്ട് എന്ന് മതി. കൊബാൾട്ടേറ്റ് എന്ന് എഴുതരുത്, ഇവിടെ വന്നാലോ കൊബാൾട്ടേറ്റ്. സോ കൊബാൾട്ട്. ഇനി ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇത് എഴുതിയാൽ അപ്പം അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതണം. NH3യുടെ ചാർജ് 0, ക്ലോറിൻ -1, ഇതും -1. അപ്പോൾ 4 × 0, 2 × -1, ഇവിടെ ഒരു -1. അപ്പോൾ ഇത് 0, ഇത് -2, ഇത് -1, -3 ആണ്. സൈൻ മാറ്റുമ്പോൾ +3. അപ്പോൾ ഇത് രണ്ടും എഴുതി, സെൻട്രൽ ആറ്റം എഴുതി. ഇനി ഇത് ക്ലോറൈഡ് എന്ന് എഴുതുക. പുറമേ ആണെങ്കിൽ ക്ലോറൈഡ്, ഉള്ളിലാണെങ്കിൽ ക്ലോറിഡോ. കണ്ടോ, ഡൈക്ലോറിഡോ. ഇവിടെ നമ്മൾ ക്ലോറൈഡ് എന്നാണ് ലാസ്റ്റ് എഴുതിയത്. ഓക്കെ, ഇതിൻ്റെ എങ്ങനെ എഴുതാം നമുക്ക്? ഇവിടെ ലാസ്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ലിഗാണ്ട് 5 അമീൻ. അപ്പോൾ പെൻഡാ അമീൻ. പിന്നെ ബ്രോമിഡോ, ഉള്ളിലാണെങ്കിൽ ഡോ എന്ന് ചേർക്കണം. ക്ലോറിഡോ, ബ്രോമിഡോ. അപ്പോൾ ഇവർ രണ്ടാളെ നമ്മൾ എഴുതി. ഇനി കൊബാൾട്ട് എന്നാണ് വേണ്ട, കൊബാൾട്ടേറ്റ് വേണ്ട, കൊബാൾട്ട്. ഇനി ഇതിൻ്റെ ചാർജ് 5 × ഇവിടെ 0 ആണ്, ഇവിടെ -1 ആണ്. SO4 ആണെങ്കിൽ -2 ആണ് കേട്ടോ. അപ്പോൾ 5 × 0, ബ്രോമിന് ഒരെണ്ണം ഉണ്ട്, സോ -1, SO4 -2. അപ്പോൾ ഇത് 0, -1ഉം -2ഉം കൂടി -3, +3 എന്നാക്കുക. അപ്പോൾ ലിഗാണ്ട് എഴുതി, സെൻട്രൽ ആറ്റം എഴുതി, ചാർജ് എഴുതി. ഇനി SO4 എന്ന് പറഞ്ഞാൽ സൾഫേറ്റ്. ഇതാണ് ഇതിൻ്റെ പേര്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോക്കുക, ചെയ്ത് പഠിക്കുക, പേരുകളൊക്കെ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ ഇതിൽ നിന്നുള്ള മോർ ക്വസ്റ്റ്യൻസും ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളതും ഞാൻ ഓൾറെഡി കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. താഴെ കമൻറ്റ് ബോക്സിലുണ്ട്, അത് കണ്ടാൽ അത് സെറ്റാവും. ഇത് നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്തത് നമ്മൾ ന്യൂമറിക്കൽസിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അതുപോലെ ഓർഗാനിക്കിലെ കുറച്ച് ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ വരുന്നുണ്ട്. ഈസി ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ വരുന്നുണ്ട്. നാളെ ഉച്ച വരെ വീഡിയോസ് ഇടാം. അപ്പോൾ എല്ലാവരും യൂസ്ഫുൾ ആണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. കുറേ ക്ലാസ്സുകൾ നമ്മൾ കണ്ടു അല്ലേ, ഓർഗാനിക്കിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു, അതുപോലെ കോർഡിനേഷൻ കോമ്പൗണ്ടിലെ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് കറക്റ്റായിട്ട് പഠിച്ചു പോവുക. കുറേ ക്വസ്റ്റ്യൻസ് ഇതിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.